നമ്മുടെ മക്കൾ നാളെ സ്വർഗത്തിൽ നമ്മളെ കൊണ്ട് എത്തിക്കും എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ ചിന്തിക്കും, എങ്ങനെയാണ് ഉസ്താദെ എത്തിക്കുന്നത്? എൻ്റെ മക്കളുടെ ജീവിതത്തിൻ്റെ വഴിയൊന്നും തീരെ ശരിയല്ല, ഞങ്ങൾക്കൊട്ടും തൃപ്തികരമല്ല എന്നൊക്കെ പറയുന്ന മാതാപിതാക്കൾ എൻ്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, അതിനുവേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് തന്നെ ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന മക്കൾ പഠന ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ എന്ത് ബർക്കത്താണ് ഉണ്ടാവുന്നത്? അവർക്കുള്ള പ്രചോദനം നിങ്ങൾ തന്നെയാണോ? പാതിരാത്രിയിൽ വൈകി വന്നുള്ള ഉറക്കം സുബഹി എഴുന്നേൽക്കാതെ അവരെ കിടത്തുമ്പോൾ നിങ്ങൾ തന്നെ ചെന്ന് ക്ഷീണമുണ്ടെന്ന് പറഞ്ഞ് പുതപ്പ് മൂടി കിടത്തിയിട്ടാണോ പോകുന്നത്? പിന്നെങ്ങനെയാണ് അവരെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കാണാൻ കഴിയുന്നത്? നിങ്ങളെ എങ്ങനെയാണ് അവർക്ക് സ്വർഗത്തിൽ കയറ്റാൻ കഴിയുന്നത്? നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ മക്കൾ സ്കൂളിൽ നിന്നും ടൂറ് പോകാനുള്ള ഒരു ആഗ്രഹം നിങ്ങളോട് പ്രകടിപ്പിക്കുമ്പോൾ എത്ര രൂപയാണെങ്കിലും 4000 ആയാലും 5000 ആയാലും നിങ്ങൾ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് അവരെ യാത്രയ്ക്ക് പറഞ്ഞയക്കാറില്ലേ? കൃത്യം 5 മണിക്ക് പുലർച്ചെ പോകേണ്ട കുട്ടികളെ 4 മണിക്ക് തന്നെ ഉറക്കമൊഴിച്ചിരുന്ന് 4:30 തന്നെ എല്ലാ മക്കളെയും വിളിച്ചുണർത്തി നിങ്ങൾ ഓരോരുത്തരും എത്ര ജാഗ്രതയോടുകൂടിയാണ് ആ മക്കളെ യാത്രയ്ക്ക് പറഞ്ഞയക്കുന്നത്? ഇതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾ കൊടുത്ത 4000-ൻ്റെയും 5000-ൻ്റെയും മൂല്യമാണെങ്കിൽ ആ പണത്തിൻ്റെ വിലയാണ് മക്കളെ ഉറക്കത്തിൽ നിന്നും ഉണർത്തിയതെങ്കിൽ നാളത്തെ സ്വർഗത്തിൻ്റെ വില നിങ്ങൾ അറിയാത്തത് കൊണ്ടല്ലേ സുബഹിക്ക് എഴുന്നേൽക്കാത്ത മക്കളെ നിങ്ങൾ വിളിക്കാതെ വീണ്ടും ഒരു ജാഗ്രതയില്ലാതെ മുമ്പോട്ട് തന്നെ കടന്നു പോകുന്നത്? ഇനിയുള്ള സമയങ്ങളിൽ മക്കളുടെ കാര്യത്തിൽ, നിസ്കാരത്തിൻ്റെ കാര്യമാകട്ടെ, പരിശുദ്ധ ദീനിൻ്റെ കാര്യമാകട്ടെ, എത്രത്തോളം ജാഗ്രത പുലർത്തുന്നുണ്ടോ അത്രത്തോളം നാളെ സ്വർഗത്തിൽ ഈ മക്കളും നിങ്ങളും കുടുംബവുമൊക്കെ നല്ല രീതിയിൽ കാണാം. നമ്മൾക്കവിടെ കാണണ്ടേ? നിങ്ങൾക്ക് വേറുള്ളവരിലേക്കും ഇത് എത്തിക്കാം. ഇതൊക്കെ പഠിക്കട്ടെ, ചെയ്യട്ടെ. നമ്മൾക്ക് വീണ്ടും കാണാം.